ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്. ഒന്നാമത്തെ യൂണിറ്റിലുള്ള മൂന്നാമത്തെ ചാപ്റ്റർ ആണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ സമറൈസ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഒരു ബയോഗ്രഫിയാണ്. ബയോഗ്രഫി എന്ന് വെച്ചാൽ എന്താ? ജീവചരിത്രക്കുറിപ്പാണ്. ജീവചരിത്രക്കുറിപ്പിന്റെ ചെറിയൊരു ഭാഗമേ നമുക്ക് പഠിക്കാനുള്ളൂ. നമ്മുടെ റൈറ്ററുടെ പേര് കിറ്റി ഗെയിൽ ഫെർഗ്യൂസൺ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ബയോഗ്രഫിയാണ്. ഇവിടെ നമ്മൾ ആരുടെ ബയോഗ്രഫി ആണെന്ന് ചോദിച്ചാൽ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള നമുക്കൊക്കെ പരിചയമുള്ള ഒരു ഫിസിസിസ്റ്റിന്റെ ബയോഗ്രഫിയുടെ ചെറിയൊരു ഭാഗമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ഏർലി ലൈഫ് എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു, തുടക്കകാലത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു എന്നൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറയുന്നത്. ഹി വാസ് ബോൺ ഓൺ 8th January 1942 ഇൻ ഓക്സ്ഫോർഡ്, ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലുള്ള ഓക്സ്ഫോർഡ് എന്ന് പറഞ്ഞുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ മോഡേൺ സയൻസിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ഗലീലിയോ ഗലീലി മരിച്ചതിന് ശേഷം കൃത്യം പറഞ്ഞാൽ ഒരു 300 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. വളരെ ക്രേസി ആയിട്ടുള്ള ഒരു കോയിൻസിഡൻസ് ആണല്ലേ. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല, അദ്ദേഹം സ്കൂളിലൊന്നും അത്ര ടോപ്പർ ആയിട്ടുള്ള ഒരാളൊന്നും ആയിരുന്നില്ല. ഹാഡ് ട്രബിൾ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഏർലി ഇൻ സ്കൂൾ. സ്കൂളിന്റെ ഒരു തുടക്കകാലത്തിൽ അദ്ദേഹത്തിന് എഴുതാനും വായിക്കാനൊക്കെ ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പുള്ളിക്കാരന് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന 2 സബ്ജക്റ്റ് ആയിരുന്നു മാത്സും ഫിസിക്സും. പക്ഷെ പുള്ളിക്കാരന്റെ അച്ഛന്റെ അഡ്വൈസ് കാരണം സ്റ്റീഫൻ ഹോക്കിംഗ് പഠിച്ചത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നാച്ചുറൽ സയൻസ് ആയിരുന്നു. പക്ഷേ PhD എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോയത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ റെപ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയാണ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അവിടെയാണ് അദ്ദേഹം തിയറിറ്റിക്കൽ ഫിസിക്സിൽ PhD അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ചെയ്യുന്നത്. ഇത്രയാണ് അദ്ദേഹത്തിന്റെ ഏർലി ലൈഫിനെ കുറിച്ചിട്ടും എഡ്യൂക്കേഷനെ കുറിച്ചിട്ടും പറയുന്നത്. പക്ഷെ 21ാമത്തെ വയസ്സിൽ നിർഭാഗ്യവശാൽ അൺഫോർച്ചുനേറ്റ്ലി ഹി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് റെയർ ഇൻക്യൂറബിൾ ഡിസീസ്. ഇൻക്യൂറബിൾ എന്ന് വെച്ചാലേ നമ്മൾ തിലകം പറഞ്ഞ പോലെ ഇതിന് പരിഹാരമില്ലാത്ത അസുഖത്തിന്റെ പേരാണ് അമയോട്രോഫിക് ലാറ്ററൽ സ്ലിറോസിസ് എന്ന് പറയുന്നത്. ആ വായിക്കൊള്ളാത്ത പേര് നിങ്ങൾക്ക് പറയാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ALS എന്നെങ്കിലും നിങ്ങൾ എഴുതി വെക്കണം. ഈ അസുഖത്തിന് പ്രത്യേകിച്ച് പരിഹാരം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു നിങ്ങൾക്ക് ഇനി 2 വർഷം മാത്രമേ ജീവിക്കാൻ സമയമുള്ളൂ. യു ഹാവ് ഓൺലി 2 years to live. പക്ഷേ സ്റ്റീഫൻ ഹോക്കിംഗ് ഡോക്ടേഴ്സിന് പറഞ്ഞു എന്നെ യാറാളെയും അളിക്ക മുടിയാതെ എന്നുള്ളത് ആണ് സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞത്. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ വീണ്ടും ഡെക്കേഡ്സോളം വീണ്ടും ജീവിച്ചു എന്നാണ് പറയുന്നത്. പതിറ്റാണ്ടുകളോളം പിന്നീട് അദ്ദേഹത്തിന്റെ ആ ഒരു ഒപ്റ്റിമിസം കാരണം, അദ്ദേഹത്തിന്റെ ആ ഒരു വിൽ പവർ കാരണം പിന്നീട് അദ്ദേഹം ജീവിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ അസുഖം പിടിപെട്ട സമയത്ത് ഹി വെന്റ് ഇൻ ടു എ സ്റ്റേറ്റ് ഓഫ് ഡിപ്രഷൻ. അദ്ദേഹം ഒരു വിഷാദ രോഗത്തിലൊക്കെ പിടിപെട്ടു. അതിനുശേഷം ലേറ്റർ ഹി റീഗെയിൻഡ് ഹോപ്പ് ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ലൈഫ്. ഈ അസുഖം വന്നതിന് ശേഷമാണ് അദ്ദേഹം ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയും ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വന്നത്. ഇൻട്രസ്റ്റ് വന്നത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒരു പെൺകുട്ടിയിൽ നിന്നാണ്. ആ പെൺകുട്ടിയുടെ പേരാണ് ജെയിൻ വൈൽഡ് എന്ന് പറയുന്നത്. ഹു സപ്പോർട്ടഡ് ആൻഡ് എൻകറേജ്ഡ് ഹിം. ഈ ഒരു അവസ്ഥയിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ അദ്ദേഹത്തിനെ മെന്റലി സപ്പോർട്ട് ചെയ്യുകയും എൻകറേജ് ചെയ്യും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ജെയിൻ വൈൽഡ് എന്ന് പറയുന്നത്. അവർ 1965 കല്യാണം കഴിച്ചു. അവർക്ക് 3 കുട്ടികളുണ്ടായി. സ്റ്റീഫൻ ഹോക്കിങ്ങിന് ജെയിൻ വൈൽഡിൽ ഇഷ്ടമുണ്ടായിരുന്ന 2 ക്വാളിറ്റീസ് പറയുകയാണെങ്കിൽ അതിലൊന്ന് ഫെയ്ത്തും 2 ഒപ്റ്റിമിസമാണ്. ഫെയ്ത്ത് എന്ന് വെച്ചാൽ വിശ്വാസം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഒപ്റ്റിമിസം എന്ന് വെച്ചാൽ മലയാളത്തിൽ ശുഭാപ്തി വിശ്വാസം എന്ന് പറയും. ഇൻ എനി അഡ്വേഴ്സ് സിറ്റുവേഷൻ a strong belief that good things will come or happen എന്ന് പറയുന്ന ആ ഒരു സ്ട്രോങ് ബിലീഫാണ്. എത്ര മോശം സിറ്റുവേഷനിലും നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളൊരു ഒരു വിശ്വാസത്തിനെയാണ് നമ്മൾ ഒപ്റ്റിമിസം എന്ന് പറയാം. ഇതാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിന് മുന്നിലേക്ക് പോകാനുള്ള ഒരു സ്ട്രെങ്ത് കൊടുത്തത് എന്നാണ് ചാപ്റ്ററിൽ പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഒരു അക്കാഡമിക് കരിയറും അദ്ദേഹം ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ട് ചെയ്ത വർക്കുകളെ കുറിച്ചിട്ടൊക്കെ പറയുകയാണെങ്കിൽ ഹി ബിക്കം എ ലുക്കേഷ്യൻ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സ് അറ്റ് കാംബ്രിഡ്ജ് ഇൻ 1980. ആ ഒരു 1980 കാലങ്ങളിൽ 80-90 കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം കാംബ്രിഡ്ജിലുള്ള ഒരു ലുക്കേഷ്യൻ പ്രൊഫസർ ആയിരുന്നു. മാത്തമാറ്റിക്സ് ആയിരുന്നു അദ്ദേഹത്തിന്റെ സബ്ജക്ട്. ഇനി അദ്ദേഹം വളരെ ബോൾഡ് ആയിട്ടുള്ള സയന്റിഫിക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിൽ വളരെ ഫേമസ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് കാണാം. ശാസ്ത്രത്തിൽ ആരും ചോദിക്കാതെ, ആരും അറ്റംപ്റ്റ് ചെയ്യാത്ത തരം വളരെ വിചിത്രമായ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ബോൾഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അദ്ദേഹം കൺഫ്രണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി വാസ് നോൺ ഫോർ ഹിസ് വർക്ക് ഓൺ ബ്ലാക്ക് ഹോൾസ്, കോസ്മോളജി ആൻഡ് ടൈം. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരുവിധ എല്ലാ പബ്ലിഷ്ഡ് വർക്ക്സും വാസ് കോൺസെൻട്രേറ്റഡ് ഓൺ ബ്ലാക്ക് ഹോൾസ്. മലയാളത്തിൽ നമ്മൾ തമോ ഗർത്തങ്ങൾ എന്ന് പറയും. അതുപോലെ തന്നെ കോസ്മോളജി, ഗോളശാസ്ത്രത്തിനാണ് നമ്മൾ കോസ്മോളജി എന്ന് പറയുന്നത്. വേറെ ഒന്നാണ് സമയം. ഈ 3 ടോപ്പിക്സ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മെയിൻ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അദ്ദേഹം ഡീൽ ചെയ്തിരുന്ന ഒരു മെയിൻ ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത്. എന്നിരുന്നാലും പുള്ളിക്കാരന് സംസാരിക്കാനൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു. നമ്മൾ പലപ്പോഴും സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കണ്ടിട്ടുള്ളത് ഒരു വീൽ ചെയറിലാണ്, ഒരു 2 വിരൽ മാത്രം അനക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ, ഒരു കണ്ടീഷനിലാണ് പുള്ളിക്കാരൻ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. സ്റ്റീഫൻ ഹോക്കിംഗ് ഒരു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രക്കിയോട്ടമി എന്നുള്ളതാണ് ആ ഒരു സർജറിയുടെ പേര്.
അതിനുശേഷം അദ്ദേഹം സംസാരിച്ചത് യൂസ് ദ സ്പീച്ച് കമ്പ്യൂട്ടർ പ്രോഗ്രാം ടു ടോക്ക്. അദ്ദേഹം സംസാരിച്ചത് ഈ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം യൂസ് ചെയ്തുകൊണ്ടാണ്. ഇതിനെ അദ്ദേഹം അല്ല വിളിച്ചത്, ഈക്വലൈസർ എന്നുള്ളതാണ് ഈ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ പേര്. ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഈക്വലൈസർ എന്നുള്ളതാണ് ആ കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ പേര്. ഹി കണ്ടിന്യൂഡ് റൈറ്റിംഗ് ആൻഡ് ലെക്ചറിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അസിസ്റ്റൻസ് ആൻഡ് ടെക്നോളജി. ശാസ്ത്രത്തിന്റെ സഹായത്തിലും പുള്ളിക്കാരന്റെ അസിസ്റ്റൻസും ബാക്കിയുള്ള സ്റ്റുഡൻസും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടാണ് പിന്നീട് അദ്ദേഹം എഴുതുന്നതും ലെക്ചറൊക്കെ എടുക്കുന്നത്. അദ്ദേഹം എഴുതിയ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകത്തിനെ കുറിച്ചിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നുണ്ട്, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സയൻസ് ടോപ്പിക്കുകളുണ്ട്, ബിഗ് ബാങ്, ബ്ലാക്ക് ഹോൾസ്, ടൈം ഒക്കെ പോലെയുള്ള. അത് വളരെ സിമ്പിൾ വേർഡ്സിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇൻസ്പയർ ചെയ്തത് മില്യൺസ് ഓഫ് ആൾക്കാരാണ്, ദശലക്ഷക്കണക്കിന് ആൾക്കാരെയാണ്. ബോത്ത് വിത്ത് ദ കോണ്ടന്റ് ആൻഡ് വിത്ത് ഹിസ് പേഴ്സണൽ സ്ട്രെങ്ത്. അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് തരത്തിൽ ഇൻസ്പയർ ആയിരിക്കും. ഇത്രയും ചാലഞ്ചസും ഒബ്സ്റ്റക്കിൾസും ഒക്കെ ഉണ്ടായിട്ടും അദ്ദേഹം ആ ഒരു ഡിറ്റർമിനേഷൻ കാരണം മുന്നിലേക്ക് വന്നു അല്ലെ. അദ്ദേഹത്തിനുള്ള എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹം ഫൈറ്റ് ചെയ്ത് വന്നു. അത് ഒരുപാട് തരത്തിൽ നമ്മളൊക്കെ ഇൻസ്പയർ ചെയ്യിക്കുന്ന. വിത്ത് കോണ്ടന്റ് ഓൾസോ ഹി വാസ് വെരി ഇൻസ്പയറിങ്. അദ്ദേഹം ഡീൽ ചെയ്തിരുന്ന സയന്റിഫിക് ടോപ്പിക്സ് ആണെന്നുണ്ടെങ്കിലും ആർക്കും ഇതുവരെ മനസ്സിലാവാത്ത കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഹി വാസ് വെരി ഇൻസ്പയറിങ്. ഇനി അദ്ദേഹത്തിന്റെ ഒരു ലെഗസി, നമ്മൾ വാപ്പച്ചിയുടെ ലെഗസി എന്ന് പറയില്ല, അതുപോലെ തന്നെ ഒരു ലെഗസിയെ കുറിച്ചിട്ടും അദ്ദേഹം എത്രത്തോളം ആളുകളെ ഇൻസ്പയർ ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ അവസാനത്തിൽ പറയുന്നത്. ഹി ഈസ് എ സിമ്പിൾ ഓഫ് ബ്രേവറി, ഇന്റലിജൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ. വളരെ ധൈര്യശാലി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം. നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലെറോസിസ് എന്ന് പറയുന്ന വായിക്കൊള്ളാത്ത ഈ ഒരു അസുഖം പിടിപെട്ടു. നമ്മൾ ചിലപ്പോൾ ഈസിലി വേണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ തന്നെ നമുക്ക് ഗിവ് അപ്പ് ചെയ്തേക്കാം. പക്ഷേ സ്റ്റീഫൻ ഹോക്കിംഗ് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നു. ഡോക്ടേഴ്സ് 2 വർഷം മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാനുള്ളൂ എന്ന് പറഞ്ഞിട്ടും അതും ഇതിനൊക്കെ ഫൈറ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ ഒരു ബ്രേവറിയാണ് ഇതിവിടെ കാണിച്ചിരുന്നത്. അതുപോലെ അദ്ദേഹം ഡീൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് വണ്ടർ അടിപ്പിക്കുന്ന സാധനമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പുസ്തകം വായിച്ചു നോക്കുക, ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയം, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ തുടരെ വർക്ക് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ഒപ്റ്റിമിസം, ആ ഒരു ക്വാളിറ്റിയാണ് നമുക്ക് ബാക്കിയുള്ള എല്ലാവരെയും ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്നത്. ഹി ലിവ്ഡ് ആൻഡ് വർക്ക് ഡിസ്പൈറ്റ് എ ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻ. ആ ലൈഫ് ത്രെറ്റനിങ് അല്ലെങ്കിൽ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന ആ ഒരു കണ്ടീഷന്റെ പേരായിരുന്നു അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലെറോസിസ് എന്ന് പറയുന്നത്. ആ ഒരു അസുഖം പിടിപെട്ടിട്ടും അദ്ദേഹം അതിനെ ഫൈറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തുകൊണ്ടേയിരുന്നു. He remained humorous, optimistic and expected others to treat him normally. ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലേ, അദ്ദേഹം ആ ഒരു കുറച്ച് പ്ലേഫുൾ ആയിട്ടും കുറച്ച് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടും കുറച്ച് സർക്കാസ്റ്റിക് ആയിട്ടൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ബാക്കിയുള്ളവർ പുള്ളിക്കാരനെ നോർമലായിട്ട് ട്രീറ്റ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. ഹി ബിക്കം എ സൂപ്പർ സ്റ്റാർ ഓഫ് ഫിസിക്സ് ആൻഡ് ഗ്ലോബൽ ഇൻസ്പിറേഷൻ. ലോകമെമ്പാടുമുള്ള യങ്സ്റ്റേഴ്സിനെയും സയൻസ് എന്തൂസിയാസ്റ്റിനെയും ഒക്കെ അദ്ദേഹം ഒരുപോലെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അതുപോലെ തന്നെ ഒരു ഫിസിക്സിന്റെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ള വളരെ ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്ന ഒരു സയന്റിസ്റ്റ് ആയിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. ഇത്ര എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം, ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഇതിനെ സമ്മറൈസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ കൊണ്ട് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിന്റെ എണ്ണം തീരുന്നില്ല. അടുത്തൊരു ചാപ്റ്ററുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. I'll see you there. Bye bye.